ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. എന്താ കാര്യം പോക്കാ? ആ സ്ത്രീ അവള് പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചോടെ വെച്ചിട്ടുണ്ടോ. എന്റെ ഒരു അമ്മായി പൂർണ്ണ ഗർഭിണി നെല്ല് കുത്തിക്കൊണ്ടിരുന്നപ്പോൾ പ്രസവവേദന വന്നത്. ആ ഒലയ്ക്ക് അങ്ങോട്ടൊന്ന് ചാരി വെച്ചിട്ട് അപ്പുറത്തെ മുറി പോയി കുഞ്ഞിനെ പെറ്റിട്ടിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് അമ്മായി ഒരൊറ്റ ചോദ്യ, എന്താണ് ആ ബാക്കി നെല്ലും കൂടെ ഞാൻ കുത്തണോന്ന്. ഈ ഡെലിവറി എന്ന് പറയുന്നത് ഇത്രയും ആസ്വദിക്കാൻ പറ്റാവുന്ന ഒന്നാണെന്ന് ഇതുവരെ ഒരു ഗർഭിണിയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇത് ഇങ്ങനെ പ്രഷർ കയറ്റി വെച്ച് പ്രസവം എന്നൊക്കെ പറഞ്ഞ അന്നത്തെ കാലത്തെ പെണ്ണുങ്ങൾക്ക് നീ കുത്തിയിടുന്ന പപ്പായ പോലെ കിടക്കൂ അക്കിടക്കൂ ഇങ്ങനെയായിരുന്നു പണ്ട് കാലത്തെ ഈ സ്ത്രീകള് പ്രസവം കഴിഞ്ഞുകൊണ്ട് നെല്ല് കുത്താൻ പോകും എന്നുള്ള കഥകളൊക്കെ നമ്മൾ പണ്ട് വീടുകളിലും സിനിമകളിലൊക്കെ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ള ഒരു പല്ലവിയാണ്. തഗ് ഡയലോഗ്സ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുന്നത് അവരുടെ എന്തെങ്കിലും മിടുക്കൊണ്ടോ അല്ലെങ്കിൽ അത് അവർക്ക് അത്രമാത്രം ആസ്വദിച്ച് ചെയ്യുന്നൊന്നുമല്ല, മറിച്ച് അവരുടെ അന്നത്തെ സാഹചര്യം കൊണ്ടാണ്. അവർക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ നോക്കിയാൽ മനസ്സിലാവും അന്നത്തെ കാലത്ത് ഈ ഡെലിവറിക്കിടെയുള്ള സ്ത്രീകളുടെയും കുട്ടികളുടെ ഒക്കെ മരണനിരക്ക്, അതായത് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റും എത്രമാത്രം അലാമിംഗ് ആയിരുന്നു എന്നുള്ളത്. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. ഏഷ്യയിലെ തന്നെ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഡെലിവറീസ് നടക്കുന്ന ഹോസ്പിറ്റൽ എന്നുള്ള റെക്കോർഡ് പലപ്പോഴും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ IMCH ആണുള്ളത്. 90s കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ there is about 50% decline in maternal mortality rate. ഇന്ത്യയിൽ തന്നെ ഈ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഏറ്റവും കുറവ് എവിടെയാണെന്ന് അറിയാമോ? നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഇതിന്റെ പ്രധാന കാരണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെലിവറീസ് ആണ്. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നോ ഇൻഫർമേഷൻ, വിവരമില്ല. ഇവിടെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ അപ്പൊ അയ്യോ എന്റെ മോള് എന്തോ മാരക രോഗം കണക്കാ പ്രഗ്നൻസിയെ കാണുന്നത്. ആരാണ് നിന്നോട് പറഞ്ഞത്? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. എന്താ മക്കളെ ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. എന്നെ നാട്ടിക്കരുത്. നാറ്റിക്കില്ല. ആകെ നാറിയിരിക്കില്ല. പിന്നെന്തോ ചാടിച്ചാടി എൻജോയ് ചെയ്താ കേട്ടോ. ആ ശരി. അയ്യോ മമ്മി നമ്മുടെ അഖിലേട്ടൻ പറഞ്ഞൊന്നും കേട്ടില്ലേ? ഞങ്ങളൊന്ന് എൻജോയ് ചെയ്തിട്ടേന്ന്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. അയ്യോടാ നമ്മുടെ 5th ബേബി സോ ക്യൂട്ട്. അയ്യോടാ കുറച്ച് ബിഗ് ബേബി ആണോ? ശരി, ബിഗ് ആണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ബട്ട് ദ പ്രസവം വാസ് സോ എൻജോയബിൾ. ഓ തൽക്കാലം ഇത്രയും മതി. വരട്ടെ.